മരണപ്പാച്ചിലിൽ പ്രതിഷേധം ശക്തമായ കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ പ്രൈവറ്റ് ബസ്സുകൾ അവരുടെ സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. മത്സരോട്ടത്തിനിടെ വിദ്യാർത്ഥി മരിച്ചതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. സമീർ സി മുഹമ്മദ് ചേരുകയാണ്. സമീർ, ഇപ്പോഴും ഈ സർവീസുകളൊന്നും ആരംഭിച്ചിട്ടില്ലേ? കഴിഞ്ഞ ദിവസമാണ് പേരാമ്പ്രയിൽ വെച്ചുകൊണ്ട് 19കാരനായിട്ടുള്ള വിദ്യാർത്ഥി ദാരുണമായി മരിച്ചത്. സ്വകാര്യ ബസ് ഒമേഗ ഇടിച്ചായിരുന്നു ഈ അപകടം. അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും തുടർന്ന് കഴിഞ്ഞ 5 ദിവസമായി ഈ റൂട്ടിൽ ഇപ്പോൾ ബസ്സുകൾ ഓടുന്നില്ല. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലുള്ള ബസ്സുകളാണ് ഓടാതിരിക്കുന്നത്. അതിനെ തുടർന്നുള്ള വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുമുണ്ട്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ യുവജന വിദ്യാർത്ഥി സംഘങ്ങളുടെയും നേതൃത്വത്തിൽ വടകര RDO, RTO അതുപോലെ തന്നെ പേരാമ്പ്ര DYSP എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചകൾക്കൊടുവിൽ ഇന്ന് മുതൽ പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. തുടർന്ന് ഇന്ന് മുതൽ സർവീസ് ആരംഭിക്കും എന്നാണ് ബസ് ഉടമകൾ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഇതുവരെയും ഇപ്പോൾ ബസ് ഇറക്കിയിട്ടില്ല. അവർക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ട് എന്നാണ് ബസ് ഉടമകളും ബസ് ജീവനക്കാരും പറയുന്നത്. നമുക്കിപ്പം ഇപ്പോൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് KT വാസുദേവൻ ചേരുകയാണ്. എന്തൊക്കെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ RTOയും അതുപോലെ തന്നെ RDOയും ഒക്കെ കാണാനിരിക്കുന്നത്? സാർ, ഇന്നലെ ചർച്ചയിൽ ബസ് ഓടിക്കാനുള്ള അത് പ്രതിഷേധക്കാരെ മുഴുവൻ ആളുകളെയും RDOൻ്റെ DYSPൻ്റെയും മറ്റ് RTO ഉദ്യോഗസ്ഥന്മാരെല്ലാം ചർച്ച നടന്ന്. പക്ഷേ ഇന്ന് ബസ് ഓടിക്കാൻ തൊഴിലാളികൾ വരാത്ത നിലയ്ക്ക് ഇന്ന് 12:30 മണിക്ക് വടകര DYSPൻ്റെ നേതൃത്വത്തിൽ ബസ് ഉടമസ്ഥ സംഘത്തിനെയും തൊഴിലാളികളെയും വിളിച്ചിട്ട് ഒരു ചർച്ചയ്ക്കുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയിൽ ആവശ്യപ്പെടുന്നത്? ഈ ചർച്ച ഇത് തന്നെ സാർ, ഈ തൊഴിലാളികൾക്ക് ബസ്സിന് സ്വൈര്യമായിട്ട് ജോലി എടുക്കാനുള്ള ഒരു സംവിധാനം വേണം. എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാകുമോ അല്ലെ എന്തെങ്കിലും രീതിയിൽ നിർഭാഗ്യവശാൽ എന്തെങ്കിലും തട്ടുമുട്ടിച്ചാൽ ബസ്സിൽ കയറി അവരെ കയ്യേറ്റം ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം സാർ. പിന്നെ ചെറിയ ചെറിയ കാരണങ്ങളാൽ ബസ് തടഞ്ഞു നിർത്തി യാത്രാ സൗകര്യം തടസ്സപ്പെടുത്തരുത് എന്നുള്ള കാര്യം തന്നെ. ബസ്സുകാരുടെ ഭാഗത്തു നിന്ന് ഏതൊക്കെ തെറ്റുകളും കുറ്റങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ തിരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് സാർ. പിന്നെ രണ്ടാമത് റണ്ണിങ് ടൈമിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന കുറവ് മൂലമുണ്ടാകുന്ന ചില സമയങ്ങളിൽ അതൊരു സമയം ഏകീകരിച്ചുകൊണ്ട് ഒരു സമയത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്താമെന്നുള്ള കാര്യത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിൽ ചർച്ച ചെയ്യാമെന്ന് DYSP പറഞ്ഞിട്ടുണ്ട്. SKN പ്രധാനമായും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുക. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് അനുകൂലമാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ ഉടൻ തന്നെ ബസ് സർവീസ് പുനരാരംഭിക്കുമെന്നാണ് ബസ് ഉടമകൾ വ്യക്തമാക്കുന്നത്.